നിരവധി തീവ്രവാദ കേസുകളിൽ പ്രതിയാണ് തടിയൻ്റെ വീട് നസീർ. കണ്ണൂർ നീർച്ചാൽ സ്വദേശിയായ തടിയൻ്റെ വീട് നസീർ എന്ന ഉമ്മർ ഹാജി തീവ്രവാദ സംഘടനയായ ലഷ്കർ ഇ തയ്യബയുടെ ദക്ഷിണേന്ത്യൻ കമാൻഡറാണ്. മുൻ PDP പ്രവർത്തകനുമായിരുന്നു. കശ്മീർ റിക്രൂട്ട്മെൻറ്റ് കേസ്, 2008 ബംഗളൂർ സ്ഫോടന പരമ്പര, EK നായനാർ വധശ്രമ കേസ്, കോഴിക്കോട് ഇരട്ട സ്ഫോടനം, കളമശ്ശേരിയിൽ ബസ് കത്തിച്ച കേസ് തുടങ്ങി കുപ്രസിദ്ധമായ എല്ലാ സംഭവങ്ങളിലും ഇയാൾ ഉൾപ്പെട്ടിട്ടുണ്ട്. 2009 നവംബറിൽ മേഘാലയ അതിർത്തിയിൽ വെച്ച് ബംഗ്ലാദേശ് പോലീസാണ് ഇയാളെ പിടികൂടുന്നത്. ഇയാൾ കേരളത്തിൽ നിന്നും മുസ്ലിം യുവാക്കളെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി നിയോഗിക്കുകയും അവരെ അതിന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അവർ കശ്മീരിൽ പാകിസ്ഥാൻ അതിർത്തിയിൽ ഇന്ത്യൻ സുരക്ഷാ സേനയുടെ വെടിയേറ്റ് മരിച്ചു. 2008 ഒക്ടോബറിലാണ് കശ്മീരിൽ 4 മലയാളി യുവാക്കൾ സൈന്യത്തിൻ്റെ വെടിയേറ്റ് മരിച്ചത്. അതോടെയാണ് സംഭവം വാർത്തയാകുന്നത്. കേസിൽ കോടതി ഇയാളെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ജീവപര്യന്തം ശിക്ഷ വിധിക്കുകയും ചെയ്തു. നസീർ തൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് അബ്ദുൽ നാസർ മദനി 1989 ആരംഭിച്ച ഇസ്ലാമിക് സേവാ സംഘിലൂടെയാണ്, അഥവാ അന്നത്തെ ISS നിരോധിക്കപ്പെട്ടതോടെ മദനി പുതിയതായി തുടങ്ങിയ PDPയുടെ ഭാഗമായി നസീർ. അങ്ങനെ പ്രവർത്തനങ്ങൾ തുടർന്നു. കോയമ്പത്തൂർ സ്ഫോടന പരമ്പരയ്ക്ക് ശേഷം മദനി അറസ്റ്റിലായതോടെ നസീർ സ്വന്തം നിലയ്ക്ക് പ്രവർത്തനങ്ങൾ നടത്തി. മദനി അറസ്റ്റിലായതിന് പ്രതികാരമായാണ് അക്കാലത്ത് കേരള മുഖ്യമന്ത്രിയായിരുന്ന EK നായനാരെ വധിക്കാൻ പദ്ധതിയിട്ടത്. വധശ്രമക്കേസിൽ പ്രതി ചേർക്കപ്പെട്ട ശേഷം നസീർ ഉപാധികളോടെ ജാമ്യത്തിലിറങ്ങി. തടവിലായിരുന്ന മദനിയെ മോചിപ്പിക്കുന്നതിനായി തമിഴ്നാട് സർക്കാരിനെ തന്നെ ഭീഷണിപ്പെടുത്താനാണ് നസീർ ഉദ്ദേശിച്ചിരുന്നത്. അതിനായി തമിഴ്നാട് സർക്കാരിൻ്റെ എറണാകുളത്തു നിന്ന് പുറപ്പെട്ട ബസ് 2005 സെപ്റ്റംബർ 9 തട്ടിയെടുത്തു. യാത്രക്കാരെ പുറത്തിറക്കി. കളമശ്ശേരിയിൽ വെച്ച് ആ ബസ് കത്തിച്ചു. ആ സംഭവത്തിൻ്റെ പ്രധാന സൂത്രധാരകനും കേസിലെ ഒന്നാം പ്രതിയുമാണ് നസീർ. 2006 മാർച്ച് 3 കോഴിക്കോട് KSRTCയിലും മൊഫിസിൽ ബസ് സ്റ്റാൻഡിലുമായി നടന്ന ബോംബ് സ്ഫോടനങ്ങളിൽ കോടതി ഇയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും ജീവപര്യന്തം ശിക്ഷ വിധിക്കുകയും ചെയ്തിട്ടുണ്ട്. കുടകിലെ തീവ്രവാദ ക്യാമ്പ് സംഘടിപ്പിക്കുന്നതിന് പിന്നിലും നസീറിൻ്റെ പങ്കുണ്ട്. ഇന്ത്യൻ മുജാഹിദീൻ സ്ഥാപക നേതാവായ യാസിൻ ഭട്കിൽ തടിയൻ്റെ വീട് നസീറുമായി ചേർന്ന് കേരളത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി പണമുണ്ടാക്കാൻ 2002 ജൂൺ 20 എറണാകുളം കിഴക്കമ്പലത്തെ ഒരു ജ്വല്ലറി ഉടമയെ വെട്ടി പരിക്കേൽപ്പിച്ച് 2.5 കിലോ സ്വർണം മോഷ്ടിച്ചു എന്ന കേസും നസീറിൻ്റെ പേരിലുണ്ട്. റഹീം പൂക്കടശ്ശേരി വധശ്രമം, അതുപോലെ തയ്യിൽ വിനോദ് വധം എന്നിവയിലും ഇയാൾക്ക് പങ്കുണ്ട്. കള്ളനോട്ട് കേസുകൾ, പോലീസുകാരെ ആക്രമിച്ച കേസുകൾ, വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം, കാർ മോഷണ കേസുകൾ തുടങ്ങി നിരവധി കേസുകൾ നസീറിൻ്റെ പേരിൽ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഒക്കെ പ്രതിയായ നസീർ വീണ്ടും ജയിലിലിരുന്നാണ് തീവ്രവാദ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത്. ഇത് കർശനമായി നിയന്ത്രിക്കാനുള്ള ശ്രമത്തിലാണ് NIA.